ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ് അല്ലേ, പണം. എല്ലാവരുടെയും ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പണം എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, ഈസി ആയിട്ട് നമ്മളെ ലൈഫിലേക്ക് പണത്തെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, പണം നമ്മളിൽ ഉണ്ടാക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ്, അനുഭൂതി, ഇതെല്ലാം നമുക്കൊന്ന് മാറ്റണം അല്ലേ. പണമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് എന്ത് ചെയ്യണം, നല്ല സൗഹൃദ രൂപത്തിൽ നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഫ്രണ്ടായിട്ട് എവറി ടൈം നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണറായിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യണം, മണീനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കണം. അതിനുള്ള ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് നമ്മളൊരു മണി റീപ്രോഗ്രാമിംഗ് ജേണിയാണ് ഈ 4 ദിവസം ഇവിടെ നടക്കുന്നത്. പണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നിർബന്ധമായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഒരു നിർബന്ധമായിട്ടുള്ള ഘടകം പണം തന്നെയാണ്. അപ്പം ആ പണത്തിനെ കുറിച്ചുള്ള നിങ്ങളെ ബിലീഫ് സിസ്റ്റം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള മൈൻഡ് സെറ്റ്, അതിനുള്ള മൈൻഡ് സെറ്റ്, പിന്നെ അതിനെ എങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു അബൻഡൻറ്റ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു 4 ദിവസം കൊണ്ട് പറയുന്നത്. അപ്പം ഈ ഒരു 4 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അവരെയൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് വെൽക്കം ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നമ്മളത് ലിങ്ക്. അല്ല, നിങ്ങൾ ഇനി നമ്മളെ സൂമിൽ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഓൾവേസ് വെൽക്കം. കമ്മ്യൂണിറ്റിയിൽ കുറേ മൈൻഡ് ഷിഫ്റ്റായ ആളുകളുടെ കൂടെ നിങ്ങൾക്കൊരു ഈ ജേണി സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കേൾക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും, പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്കും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കമ്മ്യൂണിറ്റി ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുക്കുന്നത് രേഖ മാം ആണ്. രേഖ മാം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. പിന്നെ വെൽത്ത് ആൻഡ് അബൻഡൻസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറേ റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ ആൻഡ് കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് രേഖ മാം. രേഖ മാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് 4 ദിവസം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ രേഖ മാമിനെ ഹാർദവമായിട്ട് ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ നന്ദി പറയുന്നു. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം നിങ്ങളോട് എല്ലാവരുടെ അടുത്തും ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അതുപോലെ ഷംന മാം എൻ്റെ ഫ്രണ്ടാണ്. ഷംന മാമിൻ്റെ അടുത്തും ഈ വേദിയിൽ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ഇടമാക്കി തന്നിട്ടുള്ള മാമിനും ഞാൻ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. നിങ്ങളിവിടെ ഓരോരുത്തരും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അതുപോലെ ഞാനും പറയാണ് ഓരോരുത്തരുടെ അടുത്തും ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളുടെ അടുത്തും 28ഓളം ആളുകളുണ്ട്. ഓരോരുത്തരുടെ അടുത്തും ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. അപ്പൊ നമുക്ക് ഈ സെഷനിലേക്ക് കിടക്കാം. അതിന് മുൻപ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഖ പ്രജിത്ത് എന്നാണ്. ഞാൻ ലൈഫ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻലി വെൽത്ത് ആൻഡ് അബൻഡൻസ് ഏരിയയിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വെൽത്ത്. ഒരു മിനിറ്റ് കേട്ടോ, നോക്കി കൊടുത്തോട്ടെ. വെൽത്ത് ആൻഡ് അബൻഡൻസ് ഏരിയയിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനു പുറമെ ഞാനൊരു ലൈഫ് കോച്ച് എന്നതിന് പുറമെ ഞാനൊരു ബിസിനസ് വുമൺ ആണ്, ഒരു ഓൺടർപ്രണർ ആണ് ഞാൻ. അപ്പോ എനിക്ക് അതുകൊണ്ടാവാം വെൽത്തിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നത്. അപ്പൊ എനിക്കത് നിങ്ങളടുത്ത് ഒരു 4 ദിവസം ഒരു ഹാഫ് ആൻ അവർ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ എനിക്ക് അനുവദിച്ചു തന്നത് വളരെ ഹാപ്പിയാണ്. ഓരോരുത്തരുടെ ലൈഫിലും നമുക്കൊരു മാറ്റങ്ങൾ വരണം എന്ന രീതിയിലാണ്. മാറ്റങ്ങൾ വരണം, നിർബന്ധമായും മാറ്റങ്ങൾ വരണം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മണി, അല്ലേ? അതിനു മുൻപ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമുണ്ട്. അബൻഡൻസ്, സമൃദ്ധി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. സമൃദ്ധിയാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ ഞാനിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും എനിക്ക് തന്നിട്ടുള്ള എല്ലാ സമൃദ്ധികൾക്കും നന്ദി എന്ന് പറഞ്ഞു പറയാറുണ്ട്. ഡെയിലി ഞാനും പറയുന്ന ഒരാളാണ്. ഈ സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി സമൃദ്ധി എന്ന് പറയുന്നത് മണി മാത്രമാണോ? ചിന്തിച്ചിട്ടുണ്ടോ? മണി മാത്രമാണോ സമൃദ്ധി എന്ന് പറയുന്നത്? അല്ല. നമ്മുടെ ജീവിതത്തിൽ 4 ഏരിയാസ് ഉണ്ട്. മെയിൻലി 4 ഏരിയാസ്. കുറെ ഏരിയാസ് ഉണ്ട്. മെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 ഏരിയാസിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് ജീവിതം വളരെയധികം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ 4 ഏരിയാസ് ഏതൊക്കെയാന്ന് പറയട്ടെ. ഒന്നാമത്തേത് ആരോഗ്യം.
ആരോഗ്യം വളരെ മുഖ്യമായ ഒരു കാര്യമാണ് അല്ലേ? ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് കുറെ പൈസ ഉണ്ട്, ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമില്ലേ? ആരോഗ്യത്തിന് പ്രാധാന്യമുണ്ട്. രണ്ടാമത്തേത് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ബന്ധങ്ങള്. ബന്ധങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. ബന്ധങ്ങളും മണിയും വളരെ കണക്റ്റഡ് ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. സന്തോഷം, ബന്ധങ്ങൾ നമ്മുടെ വീട്ടില് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിൽ, കുട്ടികൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷമുളവാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ബന്ധങ്ങളിൽ നമുക്ക് എന്ത് വേണം? സമൃദ്ധി വേണം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? കരിയർ. കരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ജോലി, ബിസിനസ്, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരും സന്തോഷവതികളും ആവുന്നത് അല്ലെ? നാലാമത്തെ മേഖല എന്താ? അതാണ് മണി. ഈ നാല് മേഖലകൾക്കും പ്രാധാന്യമുണ്ട്. പൈസയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. മണി മണി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്കിപ്പോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കൂടെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ എന്ത് വേണം? പൈസ വേണം. എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് എന്താ വേണ്ടത്? പൈസ വേണം, നിർബന്ധമായിട്ടുള്ള കാര്യം. ഇവിടെ ഇരിക്കുന്നവർ ഹൗസ് വൈഫ് ഉണ്ടാവാം, ജോലിക്കാരുണ്ടാവാം, ബിസിനസ്സുകാരുണ്ടാവാം. എല്ലാവർക്കും ആവശ്യം, എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളതാണ് മണി എന്ന് പറയുന്നത് അല്ലേ? കാരണം ഞാൻ ആദ്യം എന്റെ കേസിൽ എനിക്കെപ്പോഴും എന്റെ കഥകളിലൂടെ പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെയാണ് അല്ലേ? അപ്പോ ഞാൻ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ ഹസ്ബൻഡ് ബിസിനസ് ആണ്. ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹൗസ് വൈഫ് ആയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പതുക്കെ പതുക്കെ എങ്ങനെയാണ് മണിയുടെ കാര്യം കേസ് പഠിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ആ ബിസിനസ് ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞതെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോ അത് നിങ്ങളോടും എങ്ങനെ ഷെയർ ചെയ്യും, അതിന് നമ്മൾ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. മണിയെ കുറിച്ച് പഠിക്കേണ്ട 3 കാര്യങ്ങൾ, എങ്ങനെയാണ് മണി നമ്മളിലേക്ക് വരുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണെന്നറിയാവോ? ഒന്നാമത്തത് നിങ്ങൾ എഴുതി വെക്കണം. ഒന്നാമത്തേന്ന് വെച്ചാൽ മണി മൈൻഡ് സെറ്റ് പഠിക്കണം. മണി കൈകാര്യം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്. എന്തുകൊണ്ടാണ് മണി മൈൻഡ് സെറ്റ് പഠിക്കണം എന്ന് പറയുന്നത് അറിയാവോ? മണി എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. മണി മാത്രമല്ല, നമ്മൾ ഊർജ്ജമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും, നമ്മൾ 29 ആളുകളും എന്താണ്, എല്ലാവരെയും, ഭൂമിയിലുള്ള എല്ലാ ആളുകൾക്കും എന്തുണ്ട്? എനർജിയാണ്. നമ്മൾ എല്ലാവരും ഒരു ഊർജ്ജമാണ്. മണിയും ഒരു ഊർജ്ജമാണ്. നമ്മുടെ ചിന്തകളും ഒരു ഊർജ്ജമാണ്. നമ്മൾ വരുന്ന ഇമോഷൻസുകളില്ലേ, നമ്മൾക്ക് ദേഷ്യം, സ്നേഹം, ഇതൊക്കെ എന്താണ്? ഊർജമാണ്. അപ്പൊ എന്താണ്? മണിയും ഒരു ഊർജമാണ്. ആ ഊർജത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണ്ടേ? ആ ഊർജത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് ആ ഊർജം വരുള്ളൂ. അപ്പോ നമ്മുടെ മാനസികാവസ്ഥ മണിയെ കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ആ മണി നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ഊർജ്ജതലത്തിനെ എന്ത് ആക്കണം? ഇൻക്രീസ്. മണിയുടെ ഊർജ്ജം ഇപ്പൊ ഇത്ര ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ആ ഊർജ്ജത്തിൽ നിൽക്കുമ്പോഴാണ് മണീനെ ഒരു വ്യക്തിയായി കാണാം നമുക്ക്. ആ വ്യക്തി നമ്മളിലേക്ക് വരണമെങ്കിൽ എങ്ങനെയാണ്? ഒരേ ഊർജ്ജമുള്ള വ്യക്തികളല്ലേ തമ്മിൽ അട്രാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഊർജ്ജതലത്തിന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ മാനസികാവസ്ഥ മാറ്റണം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ പഠിക്കണം മൈൻഡ് സെറ്റ് എന്താണ്, മണി മൈൻഡ് സെറ്റ് എന്താണ്, ആ മൈൻഡ് സെറ്റ് എങ്ങനെ കൊണ്ടുവരണം. മൈൻഡ് സെറ്റ് കൊണ്ടുവന്നാൽ മാത്രം നിങ്ങൾക്ക് പൈസ വരുമോ നിങ്ങൾ ചോദിക്കും. മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാവണേ എന്ന് ചോദിക്കും അല്ലേ? ഞാനിപ്പോ പറഞ്ഞില്ല, ഫസ്റ്റ് എന്താ പറഞ്ഞ അബണ്ടൻസ് പറഞ്ഞ 4 മേഖല ഉണ്ടെന്ന്. അതേപോലെ മണി എന്ന കൺസെപ്റ്റില് 3 മേഖലകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് പറഞ്ഞത് മണി മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? സ്കില്ല് ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സ്കില്ല് വേണം. മൂന്നാമത്തേത് ഒരു വെഹിക്കിൾ വേണം. വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? അത് ബിസിനസ് ആവാം, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു കരിയറിൽ ജോബ് ആവാം. എന്തെങ്കിലും ഒരു വെഹിക്കിൾ, നമുക്ക് ആ മണി നമ്മളിലേക്ക് വരാനുള്ള ഒരു വാഹനം നമ്മൾ ഉണ്ടാക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മണി നമ്മളിലേക്ക് എത്താൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ 4 ദിവസത്തിൽ, ഈ ഹാഫ് ആൻ അവറിൽ പഠിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് 4 ദിവസം എനിക്ക് മതിയാവും എനിക്ക് അറിയില്ല. എങ്കിലും നമുക്ക് പരമാവധി ഫാസ്റ്റിൽ പോകാം. കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ടോ? ഫാസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഞാൻ ഫാസ്റ്റ് ആവുന്നുണ്ടോ പറയുന്നത്? ഇല്ല ഒന്ന് ഇല്ല ചെയ്യാവോ? ഇല്ലല്ലോ, ക്ലിയർ ഇല്ല. ആവുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ അല്ലേ? ക്ലിയറാണ് ക്ലിയറാണ് ക്ലിയർ. ഓക്കെ, താങ്ക് യു. ക്ലിയർ. ഞാൻ കുറച്ച് എനിക്ക് സമയത്തിന്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഫാസ്റ്റ് ആവുന്നത്. കുറച്ച് പതുക്കെ പോകാനാണ് ഇഷ്ടമുള്ളത്. പറയാം. എങ്കിലും മാക്സിമം നമുക്ക് ഈ 4 ദിവസം കാര്യങ്ങളെല്ലാം എല്ലാത്തിലേക്ക് എത്താം. എങ്ങനെയാണ് മണി മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത്. ഞാൻ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വലിയൊരു കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ, കറക്റ്റ്, താങ്ക് യു, മുന്നിലേക്ക് കൊണ്ടുപോവാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കാം, അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാനൊരു 8 വർഷത്തോളമായി ഈ ജേർണിയിലുണ്ട്.
ഈ ജേർണിയിലുണ്ട്. അപ്പൊ എന്റെ ലൈഫിൽ കുറേ ഞാൻ ചേഞ്ച് കൊണ്ടുവന്നു. അപ്പൊ അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് മണി മൈൻഡ് സെറ്റ് എന്ന്. ഒരു സെക്കൻഡ് കേട്ടോ, ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. കാണാവോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് പറയാമോ? ഓക്കെ ഓക്കെ കാണുന്നുണ്ട്. യെസ്. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താണ് മണി മൈൻഡ് സെറ്റ്? മൈൻഡ് സെറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണം എന്താണ് സ്കേർസിറ്റി, ഇല്ലായ്മ. രണ്ടു തരം മൈൻഡ് സെറ്റ് ആണ് ഉള്ളത്. ഒന്ന് ഇല്ലായ്മയുടെയും ഒന്ന് ഉള്ളതിന്റെയും, എന്ന് വെച്ചാൽ അബണ്ടൻസ്, സമൃദ്ധിയുടെയും മൈൻഡ് സെറ്റ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇല്ലായ്മ, ഇതിലൊക്കെ നമ്മൾ ഉണ്ടോ? ഈ മാനസികാവസ്ഥയിൽ നമ്മളുണ്ടോ എങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യണം. ഈ അവസ്ഥയിലൂടെ ഞാനും പോയിട്ടുണ്ട്, എനിക്കുമുണ്ട് ഈ പല ഇല്ലായ്മയുടെ മാനസികാവസ്ഥ. ആ ഇല്ലായ്മ ഞാൻ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് അത് എടുത്തു മാറ്റിയപ്പോഴാണ് എന്റെ ലൈഫിലേക്ക് പണത്തിന്റെ ഒഴുക്ക് വരുന്നത്. ഇതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ അതെങ്ങനെ മാറ്റം വരുത്താം എന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാന്ന് പറയുന്നത് എന്താണ് ഈ സ്കേർസിറ്റി, ഇല്ലായ്മയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കാം. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, ഉപബോധ മനസ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമായിട്ടുള്ളതാണ്. ഇവിടെ ഷംന മാം പഠിപ്പിക്കുന്നത് മെയിൻലി മൈൻഡ് പവറെ കുറിച്ചിട്ടും മൈൻഡ് മാസ്റ്ററെ കുറിച്ചിട്ടുമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിന്റെ തലം നിങ്ങൾക്ക് നന്നായി അറിയുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ എങ്കിലും ചെറുതായിട്ടൊന്ന് പറയാം. ഉപബോധ മനസ്സ് പറയുമ്പോൾ നമുക്ക് രണ്ടു തരം മനസ്സുണ്ട്. അതിൽ ഒന്ന് ഉപബോധ മനസ്സും ഒന്ന് ബോധ മനസ്സുമാണ് അല്ലെ. കൂടുതൽ വർക്കാവുന്നത് ഏതാണ്? ഒരു 80% സബ് കോൺഷ്യസ് മൈൻഡിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് അല്ലെ. സബ് കോൺഷ്യസ് മൈൻഡിനനുസരിച്ചാണ് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ചില വിശ്വാസങ്ങൾ, ചില ചിന്തകൾ, ഇതൊക്കെയാണ് നമ്മുടെ തടസ്സങ്ങളായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ വിശ്വാസത്തെ മാറ്റാൻ പറ്റും. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയാം? നമുക്ക് ഉപബോധ മനസ്സിന് നമുക്ക് റീവയർ ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. വലിയൊരു ഭാഗ്യമല്ലേ? എന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില വിശ്വാസങ്ങളെയും ചിന്തകളെയും നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാറ്റിയെടുത്ത് നമ്മുടെ ലൈഫൊക്കെ മാറ്റാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ലൈഫും ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും നല്ല ഹൈ ലെവലിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത് 100% അല്ല 200% ഉറപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ പറയാൻ വന്നതെന്ന് കാരണം വെച്ചാൽ എനിക്ക് എന്റെ ഒരു കേസിൽ എന്റെ ഹസ്ബൻഡിന് ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരു ഹെൽത്തിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു നല്ല ഹൈ പേഴ്സണാലിറ്റിയാണ്, ഒരു നല്ല ബിസിനസ്സുകാരൻ ഒരാളാണ്. അപ്പോ അദ്ദേഹത്തിന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ ആവുമല്ലോ, വലിയ നല്ലൊരു ഇതായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഈ മനസ്സിന്റെ തലത്തിൽ പഠിച്ചും പല മെഡിറ്റേഷൻസും ഇതൊക്കെ ചെയ്ത് ഇന്ന് പൂർവാധികം ആരോഗ്യത്തോടെ വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് പവർ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്നൊരു വിശ്വാസം എന്റെ ഉള്ളിലേക്ക് വരിക ചെയ്തത്. ഇതെന്റെ ജേർണിയിൽ ഉണ്ടായ ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതേപോലെ നമ്മുടെ മനഃശക്തി ഉപയോഗിച്ച് നമ്മുടെ ലൈഫിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില വിശ്വാസങ്ങളാണ്. അതെങ്ങനെയാണെന്നറിയോ? നമുക്ക് കൂടുതൽ എന്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ഇനിയൊക്കെ ഞാനിപ്പോ സക്സസ് ആവാനാണ്. നിങ്ങൾ ചിന്തിക്കുന്നവരാണോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ? എനിക്ക് എപ്പോഴാണ് ഈ സക്സസ് ഒക്കെ ഒന്ന് വരിക? എന്നെ ഒന്നും ആരും സ്നേഹിക്കാനില്ല. ഇതൊക്കെ നമ്മുടെ ബ്ലോക്കുകളാണ്. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ? എനിക്ക് സമയമൊന്നുമില്ല, ഇനിയിപ്പോ ഏജ് ഒക്കെ ആയി, വയസ്സായി, ഇനിയിപ്പോ ഞാൻ എപ്പോ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ എപ്പോ ഞാൻ കാര്യങ്ങൾ ചെയ്ത് ടൗണിലേക്ക് പോവാ, എനിക്ക് അത്ര സൗന്ദര്യമൊന്നുമില്ല, ഈ സൗന്ദര്യം ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇനി ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യുക? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, ഇങ്ങനെ ചിന്താഗതികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊരു ഇല്ലായ്മയുടെ ഒരു മാനസികാവസ്ഥയാണ്. ഈ ഇല്ലായ്മ നമ്മൾ മാറ്റിയെടുക്കാം. മനസ്സിലാവുന്നു? നമ്മൾ അറിയത്തില്ല, നമ്മൾ വിചാരിക്കുമോ ഓക്കെ എനിക്ക് അങ്ങനെയില്ല, ഇതൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ അല്ല, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചോദിക്കണം, ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പോരാ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആരുടെയോ മൈക്ക് ഓൺ ആണ് കേട്ടോ, ഒന്ന് ക്ലിയർ ചെയ്യണേ. ഓക്കെ. അപ്പോ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഈ സ്കാർസിറ്റി മൈൻഡ് സെറ്റ്, ഇല്ലായ്മയുടെ മാനസികാവസ്ഥ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്. ചില കാര്യങ്ങൾ നാളത്തേക്ക് ചെയ്യാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം. ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച്, അതുപോലും എന്താണ്? ഇല്ലായ്മയുടെ മാനസികാവസ്ഥയാണ്. നമ്മൾ അങ്ങനെ ഉണ്ടോ? നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾക്ക് പണത്തിന്റെ ഒഴുക്ക് നമ്മളിലേക്ക് കുറയും.
നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് എനിക്ക് ആക്ച്വലി ഇന്നലെ ആയിരുന്നു മിഞ്ഞാന്നായിരുന്നു എൻ്റെ ഷംന മാം പറഞ്ഞു, ഇന്നലെ എനിക്ക് കുറച്ച് ഫീവർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് എനിക്കെന്ന്. പക്ഷെ ഞാൻ ചിന്തിക്കണം, കാലത്ത് ഞാൻ 4 മണിക്ക് എണീച്ചു, എന്തായാലും ഈ ക്ലാസ് എടുക്കാൻ എനിക്ക് ഒത്തിരി പേരെ ആളെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊക്കെ അതിയായ ആഗ്രഹം കാരണം നമ്മൾ എന്താ ചെയ്യുക, ഓട്ടോമാറ്റിക് അതിലേക്ക് വരണം. നാളത്തേക്ക് എന്ന് പറയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അത് വേണ്ട. ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാം. നാളത്തേക്ക് ചെയ്യാ എന്ന് പറയുന്നത് പോലും എന്താണ്? ഇല്ലായ്മയുടെ മാനസികാവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതില് ചില ഇല്ലായ്മയുടെ കാര്യങ്ങൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചില സമയം ചില ആളുകൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യണ സമയത്ത് പൈസ കഴിയോ, അയ്യോ എന്റെ പൈസ കുറഞ്ഞു പോവും എന്ന ഫിയർ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചു. മോസ്റ്റ്ലി സ്ത്രീകളൊക്കെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും കാണുന്നൊക്കെ നമ്മുടെ വീട്ടിലെല്ലാരും കാണുന്നുണ്ട്, എല്ലാം ഒക്കെ വലിച്ച് നമ്മുടെ ബാഗിൽ എല്ലാം ഇതിലിടും. അതിനുശേഷം പേ ചെയ്യാൻ പോകുമ്പോഴാവും അയ്യോ ഇത് കൂടിപ്പോയോ, വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ചിന്തിക്കുകയാണ് കുറച്ച് കൂടുതലായോ ഇത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇല്ലായ്മയുടെയാണ്. ഇപ്പോ ഒരു പൈപ്പിലൂടെ വെള്ളം നന്നായി ഒഴുകണമെങ്കിൽ ചില ബ്ലോക്കുകൾ കിടന്ന് ഒഴുകാൻ പറ്റുമോ? ആ ബ്ലോക്കുകളാണ് ഈ പറയുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓൾവേസ് ചൂസിങ് ചീപ്പസ്റ്റ് ഓപ്ഷൻ. ചീപ്പായിട്ടുള്ള ഓപ്ഷൻസുകൾ നമ്മൾ എപ്പോഴും ഓഫറുകൾ തിരഞ്ഞു പോകാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടയിൽ പോകുമ്പോൾ ഓഫറാണ് നോക്കിയിട്ടാ പോവാ. ആക്ച്വലി ഓഫർ എന്തിനാ വെച്ചിരിക്കുന്നത് അറിയോ? ഈ വലിയ വലിയ ബിസിനസ്സുകാർ തന്നെ അവർ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഈ സ്കാർസിറ്റി മൈൻഡ് സെറ്റുള്ള ആളുകൾ ആദ്യം നോക്കുക ഓഫറാണെന്നാണ്. അവർക്ക് തന്നെ അറിയാം, കാരണം അവരെല്ലാം വലിയ വലിയ ബിസിനസ് ആളുകളാണ് അല്ലെ. അവർക്ക് അവരുടെ സ്ട്രാറ്റജിയാണ് എന്താണ് ഓഫർ സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ കാണുക, ആദ്യം പോകുമ്പോ കടയിൽ പോകുമ്പോ എന്താ കാണുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് ഓഫറുകളാണ് നമ്മൾ കാണുക. ഓഫറുകൾ നമുക്ക് വേണ്ടതല്ല നമ്മൾ ശ്രദ്ധിക്കുക, വേണ്ടതെല്ലാം മേടിക്കാൻ പോകും. ഓഫർ ഉണ്ടോ, ഓഫർ ഉള്ളത് മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു സ്കാർസിറ്റി മൈൻഡ് സെറ്റ്, ഇല്ലായ്മയുടെ മാനസികാവസ്ഥ. നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയണുള്ളിൽ. ഇനി നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണ് വാങ്ങിക്കേണ്ടത്, അല്ലാതെ ഓഫർ നോക്കി വാങ്ങിക്കാം. അത് നമ്മൾ ശീലിച്ചതാണ്, ആ ശീലം നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ചില ശീലങ്ങളാണ് നമ്മളെ ഇങ്ങനെ ആക്കുന്നത്. ആ ശീലങ്ങൾ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളുടെ വിശ്വാസങ്ങൾ മാറുമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ചില ആളുകളുടെ ഫീലിംഗ് ഉണ്ട്, ഞാൻ മണി മാനേജ് ചെയ്യാൻ അത്ര വലിയ ഗുഡ് ഒന്നുമല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അത്ര ഒന്ന് മാനേജ് ചെയ്യാം, എന്നെ കൊണ്ടൊന്നും അത്ര മാനേജ് ചെയ്യാൻ പറ്റും. ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട്, സക്സസ് വന്നാൽ പേടിക്കുന്ന ആളുകളുണ്ട്. അയ്യോ സക്സസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അതും ഒരു ഇല്ലായ്മയുടെ മാനസികാവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ട്? അതുപോലെ പൈസ ചെലവാക്കുമ്പോൾ ഒരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീൽ ഉണ്ടോ, അയ്യോ എന്റെ പൈസ കുറച്ച് അധികമായിപ്പോ ഇന്ന് ചെലവാക്കണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇല്ലായ്മയുടെ മാനസികാവസ്ഥയാണ്. അതുപോലെ പൈസ ഉണ്ടാക്കാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ചിന്തിക്കണം. പൈസ ഉണ്ടാക്കാൻ ആക്ച്വലി ഹാർഡ് വർക്ക് ചെയ്യണം, വളരെ ഈസിയാണ്. അങ്ങനെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണം. പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണ്, എനിക്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി. നിങ്ങൾ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പറയുമ്പോൾ ആക്ച്വലി ഇത് ഇൻവോൾവ് ചെയ്യണം. മണിക്ക് വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞു 4 മേഖലകൾ ശ്രദ്ധിക്കണം അല്ലെ. എന്തൊക്കെയാ പറഞ്ഞ? ആരോഗ്യം, റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? ആരോഗ്യം, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഈ 4 മേഖലകളിൽ നിങ്ങൾ അഫർമേഷൻസ് ഉണ്ടാക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങൾ ഓർത്തന്നെ പറയണം, എന്റെ ആരോഗ്യത്തിന് നന്ദി, എന്റെ സമ്പത്തിന് നന്ദി, എന്റെ ബിസിനസ്സിന് നന്ദി, എന്റെ ബന്ധങ്ങൾക്ക് നന്ദി. ഇങ്ങനെ 4 മേഖലകളും നിങ്ങൾ എടുത്തെഴുതണം. ഇന്ന് നിങ്ങൾ എഴുതി വെക്കണം, ഞാൻ ഇന്ന് അഫർമേഷൻ ഉണ്ടാക്കും 4 മേഖലകൾ. കാരണം ഈ അഫർമേഷൻ എന്തിനാ പറയുന്നതെന്ന് അറിയോ? നമ്മൾക്ക് എങ്ങനെയാണ് ഈ വിശ്വാസങ്ങളും ഈ ചിന്തകളും വന്നതെന്ന് അറിയാമോ? നിരന്തരം ഇങ്ങനെ കേട്ടിട്ടാണ്. ഇപ്പൊ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, എന്റെ മുത്തശ്ശി എന്റെ അമ്മമ്മ സംസാരിക്കുന്നത്, എന്റെ കൈ ഓട്ടക്കൈയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്റെ പൈസ എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കില്ല. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ ആക്ച്വലി നിന്നിട്ടേ ഇല്ല ഇതുവരെ പൈസ. അതെന്തുകൊണ്ടാണത്? എന്തുകൊണ്ട്? അവർ പറയുന്നത് റിപ്പീറ്റഡ് ആണ്. ഇതന്നെയാ പറയണേ, എന്റെ കൈ ഒട്ടക്കൈയാണ്, എന്റെ കയ്യിൽ പൈസ വന്നാൽ നിൽക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുക? പൈസ വന്നാൽ നിൽക്കില്ല. പറയണ കേട്ടില്ലേ നമ്മള്? അതുപോലെ കുട്ടികളോടൊക്കെ നമ്മൾ പറയല്ലേ, പണം മരത്തിൽ കായ്ക്കുന്നതല്ല. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയും. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല അത്. നിങ്ങൾ പറയാറുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു വന്നതാണ്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ ഈ പറഞ്ഞു ശ്രമിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസങ്ങളും ധാരണകളും മാറും. നമ്മളുടെ ചിന്തകളും മാറും. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളും മാറും. ഈ വിശ്വാസങ്ങളും ചിന്തകളും വന്നത് എങ്ങനെയാണ്? റിപ്പീറ്റഡ് ആയിട്ട് കേട്ടതും. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വിശ്വാസങ്ങളും ഇതുകൊണ്ട് വന്നതല്ല. ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ പാരന്റ്സും മറ്റുള്ളവരും ഈ പറഞ്ഞ് കേട്ട് നമ്മുടെ ബ്രെയിനിൽ കയറിയ കാര്യമാണ്. അത് ഇനി എങ്ങനെയാ മാറ്റാൻ പറ്റുക? വീണ്ടും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് നല്ല അഫർമേഷൻസുകളും ഗ്രാറ്റിറ്റ്യൂഡുകളും, ഇപ്പൊ മണിയെ കുറിച്ചുള്ള നല്ല വിശ്വാസങ്ങൾ
ഇത് പറഞ്ഞു പറഞ്ഞു മാറ്റാം. ഇപ്പൊ ഇങ്ങനത്തെ ചിന്താഗതി, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കുറച്ച് ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കണം. അടുത്ത നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നത്? അതിന്റെ റൂട്ട് കോസ് എവിടെ നിന്നാണ്? ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമുക്ക് എവിടെ നിന്നാണ്? ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, പണ്ട് നമ്മളുടെ പാരന്റ്സും ഇവരൊക്കെ പറയുന്നത് ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുള്ള എൻവയോൺമെന്റിൽ, ചെറുപ്പകാലങ്ങളിൽ നമ്മൾ വളർന്ന അവസ്ഥകളുണ്ടല്ലോ, വളർന്ന രീതികളിൽ നമ്മൾ വളർന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എൻവയോൺമെന്റ് ആയിരിക്കും. ചിലപ്പോ റെന്റ് കൊടുക്കാൻ കഷ്ടപ്പെടുന്ന പാരന്റ്സ് ഉണ്ടാവും. അവരുടെ ഇടയിൽ നമ്മൾ എന്താ പറയാ, ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടു വളർന്ന കുട്ടി, നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ മക്കള് ഇതൊക്കെ കാണുന്നുണ്ടോ? നമ്മൾ ഈ പറയുന്ന അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഇതൊക്കെ കയറ്റുകയാണ്. നിങ്ങൾ പറയുമ്പോൾ ഓരോ വാക്കും കുട്ടികളോട് പറയാൻ, എനിക്ക് 3 ആൺകുട്ടികളാണ്. 3 ആൺകുട്ടികൾ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയും. എന്ന് വെച്ചാൽ അറിയാതെ നമ്മൾ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വേർഡ് എന്നോട് പറയും, തഥാസ്തു. തഥാസ്തു എന്നൊരു വാക്ക് പറയാറുണ്ട് എന്റെ മക്കളെ. എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്കൊരു മോനുണ്ട്. ഒരു 12ാം ക്ലാസ്സിലും 11th-ലും 5th-ലോ പഠിക്കുന്ന 3 മക്കൾ. അതിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പറയും തഥാസ്തു. എന്താണെന്നറിയാം? അതുപോലെ തന്നെ ആവട്ടെ, അമ്മ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ആവട്ടെ എന്ന്. അപ്പൊ ഞാൻ പറയും, അയ്യോ എനിക്ക് മോനെ ഇത് പറ്റില്ല, ഇതെന്തെങ്കിലും ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്, അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാട്ടോ, പിന്നേന്ന് പറയാൻ്റെ പകരം അറിയാതെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ പറയുമ്പോൾ അവരെന്ത് പറയുന്നത്? തഥാസ്തു. അപ്പൊ ഞാൻ ആലോചിക്കും, നന്നായി അത് അവർക്ക് പറഞ്ഞു കൊടുത്തത്, കാരണം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കും. മനസ്സിലാവണം? ഇതുപോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ മക്കളിലേക്ക് ഇത് നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹീത, ബ്ലസ്ഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിലുള്ളത് വളരെ ബ്ലസ്ഡ് ആണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ പരിവർത്തനാണിത്. നിങ്ങൾക്ക് ഇപ്പൊ മാറാൻ നമുക്ക് സാധിച്ചല്ലോ. നമുക്ക് ഇപ്പോഴെങ്കിലും ഇതെല്ലാം പഠിക്കാൻ സാധിച്ചല്ലോ. വളരെ നല്ല കാര്യമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതെങ്ങനെയാണ് ഈ വിശ്വാസങ്ങളും ചിന്തകളും വരുന്നത്? ചൈൽഡ്ഹുഡ് എൻവയോൺമെന്റ്, ചെറുപ്പകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വിശ്വാസങ്ങൾ ഉണ്ടാവും. ചില വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിശ്വാസങ്ങളാന്ന് പറയും? ഇപ്പൊ മണി ഈസ് ഹാർഡ് ടു ഏൺ. നമുക്ക് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. റിച്ച് പീപ്പിൾസ് ഗ്രീഡി ആണ്. അതുപോലെ പണം മരത്തിൽ കാക്കില്ല. സക്സസ് എന്ന് പറയുന്നത് എനിക്കുള്ളതല്ല എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ചില വിശ്വാസങ്ങൾ നമ്മളുടെ, അതുപോലെ കൂടുതൽ മണി ഉണ്ടായാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരുപാട് പൈസ ഉള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണെന്ന്. വളരെ വളരെ എന്താ പറയാ, മോശമായ ചിന്താഗതിയാണ് അതൊക്കെ. കാരണം അത് ഇപ്പൊ നമ്മുടെ വീട്ടില്, ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ വരുന്ന മെയ്ഡൊക്കെ ഉണ്ട്, പണി ചെയ്യാൻ വരുന്ന ആൾ. അവരുടെ ഞാൻ ആലോചിക്കാറില്ല, അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മാറ്റാൻ ചിലപ്പോൾ കഴിയാറില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ് അവർ ജീവിക്കുക. അന്നാളത്തെ പൈസ അന്നാൾ ചെലവാക്കി. ഞാനും പറയും സേവിങ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെ നടക്കില്ല. അതിന്റെ അർത്ഥം പക്ഷെ കഴിഞ്ഞാൽ അവർക്ക് അതിനോട് താല്പര്യം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അവരെപ്പോഴും ചിന്തിക്കുന്നത് കഷ്ടമാണ് പൈസ ഉണ്ടാക്കാൻ. ഒരിക്കലും അത് കാരണം എന്താണ്, അവർക്ക് മുന്നിലേക്ക് വരാനേ കഴിയില്ല. ഈ വിശ്വാസങ്ങൾ വന്നത് എവിടെന്നാണ് നമ്മൾ ആലോചിക്കണം. നമ്മളുടെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നമ്മുടെ പാരന്റ്സുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള കാര്യം. അതുപോലെ പാസ്റ്റ് ഫിനാൻഷ്യൽ ട്രോമ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ബാങ്ക്രപ്റ്റ് ഒക്കെ പണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈവൻ കേൾക്കുക കൂടെ ചെയ്താൽ പോലും നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് കേട്ടോ. മെയിൻലി ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ മെന്റർ പറയുന്നു, ഒരു കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ഒരു ഇടപെടരുതെന്ന് പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസുകൾ, ഇതൊക്കെ ആ പ്രോബ്ലംസ് നമ്മളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിൽ കടന്ന് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നു പറയാറുണ്ട്. അത്ര പോലും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് മുതലെങ്കിലും ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിലുണ്ടോ എങ്കിൽ എനിക്കിത് മാറ്റി പുതിയ വിശ്വാസങ്ങളും പുതിയ ധാരണകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ പുതിയ വിശ്വാസങ്ങളും പുതിയ ധാരണകളും നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ, ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ ശരിയാക്കിയാൽ മതി. ഒന്നാമത്തേത് മൈൻഡ് സെറ്റ് ശരിയാക്കിയാൽ മതി. രണ്ടാമത്തെ നമ്മൾ പഠിക്കേണ്ടത് സ്കിൽ സെറ്റ് ആണ്. പൈസ വരാൻ സ്കില്ല് പഠിക്കണം, സ്കിൽ സെറ്റ് പഠിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനൊരു വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ വേണ്ടേ, നിങ്ങൾക്കുള്ള ബിസിനസ് ആവാം, നിങ്ങളുടെ ജോലി, ഏതെങ്കിലും ഒരു രീതിയിൽ പൈസ വരണം അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ബിസിനസ്സിൽ ആദ്യം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളോട് പറയണം. ആദ്യം ഞാൻ ചെയ്തൊരു കാര്യം, എന്റെ വീട്ടില് ഞാൻ തേങ്ങ അധികം ഉണ്ട്. ഞാൻ പാലക്കാടാണ്, അപ്പൊ തേങ്ങ അധികം ഉണ്ട്. അപ്പൊ തേങ്ങ ആദ്യം അതിന് എണ്ണ ആട്ടി ആ എണ്ണ ബോട്ടിലാക്കി ഞാൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്താണ്. ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പതുക്കെ എന്ന് വെച്ചാൽ ഞാൻ ആ സെയിലാണ് ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. പതുക്കെ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കാം. ഇന്ന് അതൊരു നല്ലൊരു സംഭവമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പിന്നെ ഒരുപാട് പ്രോഡക്ട്സ് പിന്നെ ആഡ് ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് എടുത്ത് ചെയ്യണം. ഇങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് വരണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവും. മൈൻഡ് സെറ്റ് ക്ലിയർ ആകത്തോളം കാലം നമ്മൾക്ക് സാധ്യതകൾ കുറവായിരിക്കും. മനസ്സിലായോ? ഈ വരുന്ന സാധ്യതകൾ വരണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ
മാനസികാവസ്ഥ, മനസ്സിന്റെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റും. നമ്മുടെ മൈൻഡ് സെറ്റിന് ഈ പണം സ്വീകരിക്കാൻ, പണത്തിന്റെ എനർജി ഇത്രയാണെങ്കിൽ ആ എനർജിയിലേക്ക് നമ്മൾ മാറണം. ആ എനർജിയിലേക്ക് നമ്മൾ മാറുമ്പോൾ ആ പൈസ നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ്. അതിലാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ, പൈസ എന്നിൽ ഇങ്ങനെയുള്ള ചില ചില വിശ്വാസങ്ങളുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റില് ഈ ഭയം, പണത്തെക്കുറിച്ച് ഭയം ഉണ്ടാവും, ഇല്ലായ്മ, ലിമിറ്റേഷൻസ്, ഈ 3 കാര്യങ്ങൾ പണത്തിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നത് ഈ ഭയത്തിൽ നിന്ന്. ഭയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയമായിട്ട് കിടക്കുന്നുണ്ടാവും. എനിക്ക് പൈസ വരില്ല, പൈസ എനിക്ക് പാരന്റ്സ് തമ്മിൽ വഴക്കൂടുന്നത്, പൈസയ്ക്ക് വേണ്ടി വഴക്കൂടുന്ന കാണുന്ന കുട്ടികൾക്ക് അവസ്ഥയിൽ അവരുടെ മൈൻഡ് സെറ്റിൽ വരുന്നതാണ് ഈ സ്കാർസിറ്റി മൈൻഡ് സെറ്റ്. ഇല്ലായ്മയുടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പോലും ഇനി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കരുത്. മേടിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാം, നമുക്ക് പിന്നീട് മേടിക്കാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അതിലേക്ക് മാറ്റാൻ നമ്മൾ കൊടുക്കണം. കുട്ടികളിൽ നമ്മളത് ട്രെയിൻ ചെയ്ത് വരാം. നമ്മളിൽ മാറ്റം വരുമ്പോഴാണ് അത് നമ്മുടെ വീട്ടിൽ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ മാറിയപ്പോ എന്റെ വീട്ടിലെ ഓരോരുത്തരും, എന്റെ ഹസ്ബൻഡ് മാറി, എന്റെ മക്കൾ മാറി. മക്കളും ഇപ്പോ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർക്ക് കൊണ്ടുവരണം. അവർ വലിയ വലിയ ചിന്താഗതികളിലേക്ക് മാറി തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഒരാളും അറിയാം. ഇവിടെ വന്നിരിക്കുന്ന ഇപ്പൊ ഫാമിലിയിലെ എല്ലാ ആളുകളും ഉണ്ടാവില്ല, ഓരോരുത്തരും ഉണ്ടാവുള്ളൂ. ഈ ഒരാൾ മാറിയാൽ മതി. ഒരാൾ മാറിയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ലൈഫില് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മാറി തുടങ്ങും. ആദ്യം നമ്മൾ സംസാരിക്കുന്ന രീതികൾ മാറും, നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റുക. ഇതൊക്കെ നമ്മുടെ പാരന്റ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരും അവരുടെ പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഒരു വിക്ടിംസ് എന്നാണ് പറയാം. ശരിക്കും പറഞ്ഞാൽ അവരും ഒരു വിക്ടിംസ് ആയി പോയതാണ്, അവരുടെ കുറവുകളല്ല. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മൾ ഇന്നു മുതലെങ്കിലും മാറ്റി തുടങ്ങുക എന്നുള്ളതാണ്. ഇതാണ് സ്കേർസിറ്റി. നാളെ നമ്മൾ പഠിക്കാം പ്രോസ്പെരിറ്റി. എങ്ങനെയാണ് നമ്മളിലേക്ക് ഈ പൈസയുടെ വരവ്, എങ്ങനെയാണ് ഇതെങ്ങനെ ഈ മൈൻഡ് സെറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സുകൾ. ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് നാളെ ഷെയർ ചെയ്യുന്നത്. 32 ആയി സമയം. എനിക്ക് തന്നിരിക്കുന്ന സമയം ½ ആണ്. കുറച്ച് ഫാസ്റ്റ് ആയി പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ഷമിക്കണം. ½ പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ പറയാണ്, അത്രേ ഉള്ളൂ. ചില എക്സാമ്പിൾസുകളൊക്കെ വിട്ടിട്ട് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഈ സ്കേർസിറ്റി മൈൻഡ് സെറ്റിലുള്ള ചില എക്സാമ്പിൾസുകളൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ബാർഗെയിൻ ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ? ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപയ്ക്കും 200 രൂപയ്ക്കും എന്താ പറയാ, ഒന്ന് കുറച്ച് തരുമോ, കുറച്ച് തരുമോ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇല്ലായ്മയുടെയാണ്. മനസ്സിലാവുന്നുണ്ട്. അതിൽ ഓട്ടോക്കാരുടെ അടുത്ത് വഴക്കൂടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഒരു 10 രൂപ 20 രൂപയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ പോയപ്പോ 80 രൂപയായിരുന്നു, ഇന്നെന്താ എന്നോട് 100 രൂപ ചോദിക്കണേ എന്ന് ചോദിച്ചിട്ട് വഴക്കൂടുന്ന ആളുണ്ടോ? ഇതൊക്കെ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നിങ്ങളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്ത് ഇന്ന് വെക്കുക. നാളെ നമുക്ക് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാമെന്നും അതിനുള്ള ചില റിച്വൽസുകൾ, ടെക്നിക്സുകൾ ഉണ്ട്. ചില ടെക്നിക്സുകൾ നമുക്ക് പഠിക്കാം. ചില ടെക്നിക്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ മാറ്റാൻ പറ്റും. ആ ടെക്നിക്സ് എന്താണെന്ന് കുറെ ടെക്നിക്സ് മാക്സിമം തരാൻ നോക്കാം. ഇന്ന് ഒരു ടെക്നിക്ക് പറയാട്ടോ. ഒരു സ്വിച്ച് വേർഡ് പറയാം. അത് നിങ്ങൾ ഇന്നൊന്ന് ചെയ്യാം. ഇന്ന് മുതൽ കുറച്ച് ദിവസം ചെയ്യാം. അത് നമുക്കത് എഴുതാം. ഒരു സ്വിച്ച് വേർഡ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഞാൻ ഡെയിലി എഴുതുന്ന സ്വിച്ച് വേർഡ് ഡിവൈൻ കൗണ്ട് നൗ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും വിശ്വസിക്കുന്നു. ഡിവൈൻ കൗണ്ട് നൗ എന്നുള്ള ഒരു സ്വിച്ച് വേർഡ് എഴുതാം. ഇത് ഒരു പവർഫുൾ വൈബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്. സ്വിച്ച് വേർഡ് ഒക്കെ നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയാം. എല്ലാവർക്കും ഇപ്പൊ എല്ലാവരുടെയും കാണുന്ന, യൂട്യൂബിലൊക്കെ നമുക്ക് കാണുന്നതാണ് സ്വിച്ച് വേർഡ്സ് അല്ലെ. അപ്പോ ഈ ഒരു സ്വിച്ച് വേർഡിന് കുറച്ച് എന്താ പറയാ, ഹൈ വൈബ്രേഷൻ ഉണ്ടാവും. നമ്മുടെ വൈബ്രേഷൻ തല ഉയർന്നാലാണ് നമ്മുടെ എനർജി വരിക. അപ്പൊ ഹൈ വൈബ്രേഷൻ ആയുള്ള വാക്കാണ് ഡിവൈൻ കൗണ്ട് നൗ. ഡിവൈൻ ചാറ്റിൽ ഇടണോ? മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ ചാറ്റ് ചെയ്ത് ഇടണോ? ഒന്ന് പറയാമോ? മനസ്സിലായോ? ഡിവൈൻ ഇടണോ? ഒരു മിനിറ്റ് ഇട്ടോ. ഡിവൈൻ കൗണ്ട് ഡൗൺ 11 പ്രാവശ്യം ഡെയിലി എഴുതാൻ ശ്രമിക്കുക. ഡെയിലി എഴുതുക. ഇത് നമ്മളുടെ വൈബ്രേഷനെ കൂട്ടും. മനസ്സിലായോ? അതുപോലെ നിങ്ങളുടെ ഇന്ന് ശ്രദ്ധിക്കുക വേറൊരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡും. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പറയുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. 4 മേഖലകളിലും നമുക്ക് 4 മേഖലയും ബാലൻസ് ചെയ്യും. എന്നാലും വയലിനിലല്ലേ 4 സ്ട്രിങ് ഉള്ളത്? വയലിൻ, നമ്മൾ വായിക്കുന്ന വയലിനിൽ 4 സ്ട്രിങ് ഉണ്ട്. അതിൽ ഒരു സ്ട്രിങ് പൊട്ടിയാലും പാട്ട് പാടില്ല. മനസ്സിലായോ?
ഒരു സ്ട്രിങ് പൊട്ടിയാലും പാട്ട് പാടില്ല. അപ്പൊ നാല് സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഈ 4 മേഖലകളും നമ്മൾ നന്നായിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നിങ്ങൾ ഇനി അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും നിങ്ങൾ ഇന്ന് എഴുതുക. 4 അഫർമേഷൻസ് എഴുതുക. എന്തിന്? ഈ 4 മേഖല: ആരോഗ്യം, സമ്പത്ത്, കരിയർ, മണി. ഈ 4 മേഖലനെ ബേസ് ചെയ്തിട്ടും അഫർമേഷൻസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ 4 മേഖലകളിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഇനി ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഈ 4 മേഖലകളിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അതൊരു ഫ്ലോ വരണം ഉള്ളിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാലാണ് നമ്മുടെ ധാരണകളെ മാറ്റാൻ പറ്റുക, നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഞാൻ 4th ഡേക്കാണ് എല്ലാ അഫർമേഷൻസുകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സിൽ സമയമായി തുടങ്ങി. എനിക്ക് തന്ന സമയം കഴിഞ്ഞു. ഹായ് മാം. താങ്ക് യു. പറയൂ. താങ്ക് യു. മാം പറഞ്ഞ ഈ അഫർമേഷൻ 11 പ്രാവശ്യം പറയാനെന്നാണോ പറഞ്ഞത്? അഫർമേഷൻസ് അല്ല ഞാൻ പറഞ്ഞത് സ്വിച്ച് വേർഡ് ഇല്ലേ, ഡിവൈൻ കൗണ്ട് നൗ എന്നുള്ളത് 11 പ്രാവശ്യം എഴുതുക, പറഞ്ഞ് എഴുതുക. ഡിവൈൻ കൗണ്ട് നൗ. എനിക്ക് ഇത് എഴുതിയിരുന്നപ്പോൾ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇത് എഴുതിയിരുന്നപ്പോൾ, ഞാൻ ഇപ്പോഴും എഴുതാറുണ്ട് കേട്ടോ. എഴുതുമ്പോൾ എനിക്ക് മണി ഫ്ലോ നമുക്ക് ഡെയിലി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഡിവൈൻ കൗണ്ട് നൗ എന്ന് പറഞ്ഞ് എഴുതുക. നല്ലൊരു സ്വിച്ച് വേർഡ് ആണത്. ഒത്തിരി ഉണ്ട് ഇതിൽ. ഇതൊന്നും ഞാൻ ഇന്നും എഴുതുന്ന ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. താങ്ക് യു പിന്നെ മാം. അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾ ഡെയിലി പറയുമ്പോൾ അതിൽ ഈ 4 മേഖലകളും ഉൾപ്പെടുത്തു എന്നാണ് പറഞ്ഞത്. ശരി ശരി. ഓക്കെ, താങ്ക് യു. മനസ്സിലാവുന്നുണ്ടോ? വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് പറയൂ. വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ക്ലിയർ ആവുന്നില്ല. 3 പോയിന്റ് പറഞ്ഞിരുന്നു. മണി മൈൻഡ് സെറ്റ് 3 പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ? ആ, ഒന്ന് മണി മൈൻഡ് സെറ്റ് മൂന്ന് പറഞ്ഞു. മണി മൈൻഡ് സെറ്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ? ഫിയറും ലാക്കും ലിമിറ്റേഷൻസും ആണോ? അല്ലല്ല, സ്കില്ലും വർക്കുകളും അതിന് മുമ്പ് എന്തോന്നും പറഞ്ഞിരുന്നല്ല, വിട്ടുപോയതാണ്. എനിക്ക് കേൾക്കുന്നില്ല. എനിക്കൊന്ന് കുറച്ചൊരു ക്ലാരിറ്റിയിൽ പറയാമോ? 3 മണി മൈൻഡ്. ഹലോ, ഹലോ. കേൾക്കുന്നുണ്ടോ? ആ, ഒന്ന് പറയാമോ? ക്ലിയർ ആവാത്തോണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. ഓക്കെ. മണി മൈൻഡ് സെറ്റ് പിന്നെ 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മണി മൈൻഡ് സെറ്റിലോ? ഏതാണ് എനിക്ക് മണി മനസ്സിലായി. മൈൻഡ് സെറ്റ്, സ്കില്ല്, വെഹിക്കിൾ. അതെ, അതെ. അതാണ്. ഓക്കെ, അത് ഞാൻ പറയാം. എന്ന് വെച്ചാല് മണി നമ്മളിലേക്ക് ഒഴുകണമെന്നെങ്കിൽ എല്ലാവരും ചോദിക്കാറ്, ഇപ്പൊ എന്റെ ക്ലയൻസിന് ചോദിക്കാറുണ്ട്, മൈൻഡ് സെറ്റ് മാറ്റിയോണ്ട് എങ്ങനെയാ മണി വരികയെന്ന്. വളരെ ആക്ച്വലി മൈൻഡ് സെറ്റ് ഒരു ഘടകമാണ്. 3 ഘടകങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മൈൻഡ് സെറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. രണ്ടാമത്തേത് സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പോ നമുക്കൊരു സ്കില്ല് ജനറേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കോച്ചിങ് അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്നു. ടീച്ചറുടെ സ്കിൽ എന്താണ്? ടീച്ച് ചെയ്യുന്നു. അവരുടെ സ്കില്ലിനെ മൂർച്ച കൂട്ടിയാലാണ് അവർക്ക് മണിയുടെ ഒഴുക്ക് ആ ടീച്ചിങ് ഫീൽഡിലൂടെയാണ് വരിക, അല്ലെ? ബിസിനസിന്റെ എങ്ങനെയാണ്? ബിസിനസ്സിൽ മൂർച്ച കൂട്ടിയാൽ ബിസിനസ് ഏറ്റവും നല്ല രീതിയിലേക്ക് ചെയ്യാൻ, അതാണ് അവരുടെ സ്കിൽ. ബിസിനസ്സുകാരുടെ സ്കിൽ എന്താണ്? സെയിൽസ് ആണ് അവരുടെ സ്കില്ല്. വിൽക്കുക, ഒരു പ്രോഡക്റ്റിനെ വിൽക്കുന്നതാണ് അവരുടെ സ്കില്ല്. ആ സ്കില്ലിനെ നമ്മൾ കൂട്ടണം. ആ സ്കില്ല് നമ്മൾ കൂട്ടി വരും, എന്തുണ്ടാവും? ആ മണിയുടെ ഒഴുക്ക് നമുക്ക് കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈൻഡ് സെറ്റും ക്ലിയർ ചെയ്യണം, സ്കിൽ സെറ്റും ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ വെഹിക്കിൾ എന്ന് പറഞ്ഞത് വാഹനം. എന്താണ് വാഹനം? മണി വരാനുള്ള വാഹനം. ഇപ്പൊ ബിസിനസ്സുകാരുടെ വാഹനം എന്താണ്? ബിസിനസ്. ടീച്ചിങ് ഫീൽഡിലുള്ള ടീച്ചറുടെ വെഹിക്കിൾ എന്താണ്? ടീച്ചർ എന്ന് വെച്ചാൽ ആ സ്കൂൾ, അതാണ് അവരുടെ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നമ്മളത് ഇനി എങ്ങനെയാണ് മാനേജ്മെന്റും ഇതൊക്കെ നമുക്ക് പഠിക്കാം. മാക്സിമം നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷംന മാം. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Absolutely. Thank you. താങ്ക് യു മാം. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മാം ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു അല്ലേ? അപ്പോൾ പണവുമായിട്ടുള്ള നമ്മളെ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് അല്ലെ, എങ്ങനെ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും ഇതും. എവിടെയാണ് എൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രോഗ്രാം കയറി കൂടിയിട്ടുള്ളത്, ഏത് രീതിയിലാണ് എന്നൊന്നും നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല.
അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയറായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിലേക്ക് ഇന്ന് മാം പറഞ്ഞ രീതിയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങളെ മനസ്സിലൊന്ന് ഓടിക്കുക. ആ മനസ്സിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെക്കുക. ഞാൻ എവിടെയൊക്കെയാണ് കാണിക്കുന്നത്, പണവുമായിട്ടുള്ള എൻ്റെ പിന്നെ തോട്ട്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി സെറ്റൊക്കെ എഴുതിയാലേ മാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ വരുന്ന ക്ലാസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം, ഇൻ ഡെപ്തിൽ പറയണം. ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അബൻഡൻസ് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇന്നത്തെ ഡേ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നാളെ രാവിലെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഹായ് മാം, ഇന്നലെ എനിക്ക് ഇത് സംഭവിച്ചു എന്ന് സന്തോഷത്തോടു കൂടി ഓടി വന്ന് പറയുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് എഗെയിൻ വന്നതിന് നന്ദി പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിത് നിങ്ങളെ 5 ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ആ 5 ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാം. കാരണം നിങ്ങളെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യട്ടെ. കൂടുതൽ ആളുകളെ സർവീസിൽ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ലൈഫും കൂടെ നന്നാവാനുള്ള ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. അതുമൂലം നിങ്ങളെ ലൈഫിനെയാണ് നിങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നന്മകളും നിങ്ങളിലേക്കുള്ള ഒരു ഭാഗമാവാൻ, അവരുടെ നന്മകളിലെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.